അപ്പോൾ എല്ലാവർക്കും പതിവ് പല്ലവി തന്നെ എഗെയിൻ ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നമ്മുടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് 16-ാമത്തെ ദിവസം രാവിലെ 8:30 മണി സമയമാണ്. അപ്പോൾ എൻ്റെ തല നിങ്ങൾക്ക് കാണാം, മൊത്തം കുറ്റി കുറ്റിയായിട്ട് മുടി നിൽപ്പുണ്ട്. പക്ഷേ ഇതിപ്പോൾ വളർന്ന് പന്തലിക്കൊന്നുമില്ല, ഇതെല്ലാം ഇപ്പോൾ കൊഴിഞ്ഞു പോവും, ഫുള്ളി മൊത്തം വൈറ്റാവും. എന്നിട്ട് പിന്നെ ഒരു 5 മുതൽ 6 മാസം വരെ ആകുമ്പോഴത്തേക്കാണ് ഒന്ന് എഗെയിൻ ഒരു ഡാർക്കായിട്ട് വരിക. അപ്പോൾ നമുക്കിന്ന് 16 ദിവസമായി, കഴിഞ്ഞ എത്ര ദിവസം, 16 ദിവസം കടന്നുപോയി. അപ്പം വേദനയായിട്ടൊന്നുമില്ല, ഫുൾ ഓക്കെയാണ്. ചൊറിച്ചിലും ഇപ്പം രാവിലെ ചൊറിച്ചിലൊന്നുമില്ല കേട്ടോ. എനിക്ക് ഈ വന്ന കുരുക്കളൊക്കെ കുറേ കാണാമോ, വന്ന കുരുക്കളൊക്കെ കുറേ ഇങ്ങനെ കരിഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ ഈ നെഞ്ചിൽ വന്ന കുരുവും ചെറുതായി പോയി. ഒന്നും പഴുത്തങ്ങനെ പൊട്ടി ഒരു സിവിയർ കണ്ടീഷൻ ഒന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരു പൊങ്ങി വന്നങ്ങ് പോയി. അതിൻ്റെ മെയിൻ കാരണം ഞാൻ വരുത്തി വെച്ച വേന തന്നെയാണ്. കാര്യം ഞാൻ അവർ പറഞ്ഞ പല റൂൾസും ഫോളോ ചെയ്തില്ല. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യാതിരിക്കുക മാക്സിമം. ഇപ്പം HNS ചെയ്യണമെങ്കിൽ അവർ പറയുന്നത് ഫോളോ ചെയ്യുക. ചില ഡോക്ടേഴ്സ് പ്രശ്നമൊന്നുമില്ല, 7 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചോ, ചിക്കനെ കഴിച്ചോ എന്ന് പറയുന്ന ഡോക്ടേഴ്സ് ഒത്തിരി ഉണ്ട്. പക്ഷെ നമ്മുടെ HNS 21 ഡേയ്സ് നിങ്ങൾ എടുക്കേണ്ടെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു. റിസ്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനായിരിക്കും അവരങ്ങനെ പറയണം. അപ്പോൾ ഞാൻ ചെയ്തിട്ട് ചെയ്യാതിരിക്കുക. ചിക്കൻ ഒന്നും കഴിക്കണ്ട. ഞാൻ ഡെയിലി കഴിക്കുന്നുണ്ട്. മോശമാണ്, ചെയ്യാൻ പാടില്ല. പക്ഷേ ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി കഴിക്കണുള്ളൂ, ഒരു ബിരിയാണിയിൽ 3 പീസൊക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ. ഗുഡ് മോർണിംഗ്, ടാറ്റ ബൈ ബൈ, പിന്നെ കാണാം.